ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ബ്രിക്ക് മേസൺറിയിലെ കുറച്ച് റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോങ്ക് ബോണ്ട് ഈസ് റിലേറ്റഡ് ടു. ഏതാണ്ട് മോങ്ക് ബോണ്ട് ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻ വരുന്നത് എ ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് ഇൻ വിച്ച് ഈച്ച് കോഴ്സ് കണ്ടെയ്ൻ 1 സ്ട്രക്ചർ ടു 5 ഹെഡർ. ഓപ്ഷൻ ബി വരുന്നത് ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ട്. ഓപ്ഷൻ സി ഡച്ച് ബോണ്ട്. ഓപ്ഷൻ ഡി ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് ഇൻ വിച്ച് ഈച്ച് കോഴ്സ് കണ്ടെയ്ൻ 1 ഹെഡർ ടു 2 സ്ട്രക്ചർ. ഇതിലേതാണ്ട് ആൻസർ? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് ഇൻ വിച്ച് കോഴ്സ് കണ്ടെയ്ൻ 1 ഹെഡർ ടു 2 സ്ട്രക്ചർ. അതാണ്. ഓക്കെ, ഈച്ച് കോഴ്സ് കണ്ടെയ്ൻ ഒരു ഹെഡർ കഴിഞ്ഞിട്ട് 2 സ്ട്രക്ചർ കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഒരു ഹെഡർ വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ബോണ്ട് ഓഫ് ബ്രിക്ക് ആർ ലെയ്ഡ് ക്രോസ് വൈസ് വിത്ത് 5 സെൻറ്റിമീറ്റർ ലാപ്പ് ഈച്ച് കോഴ്സസ്. അതായത് 5 സെൻറ്റിമീറ്റർ ലാപ്പ് വരത്തക്ക രീതിയിൽ നമ്മൾ ഒരു ബ്രിക്ക് അറേഞ്ച് ചെയ്താൽ അതേത് ബോണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് സ്ട്രക്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട്, റാക്കിംഗ് ബോണ്ട്, ഡച്ച് ബോണ്ട്. ഏതാണ്ട് ആൻസർ ഓപ്ഷൻ ബി ഹെഡർ ബോണ്ടാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇതാണ് ഒരു ഹെഡർ, ബ്രിക്കിൻ്റെ ഹെഡർ പോർഷൻ എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ ഇത് ഒരു കോഴ്സിലെ ഹെഡർ, ദെൻ താഴത്തെ കോഴ്സിലെ ഹെഡർ വരുമ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ വയ്ക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെ വരത്തുള്ളൂ. സോ ഇവിടെ ഈ ലാപ്പ് എന്ന് പറയുന്നത് ഈ 10ൻ്റെ പകുതി 5 ആയിരിക്കും. ഇനി സ്ട്രക്ചർ ആണെങ്കിലോ, വാൾ ഫേസിന് സ്ട്രക്ചറാണ് പാരലായിട്ട് വയ്ക്കുന്നതെങ്കിലോ, സ്ട്രക്ചർ ആണെങ്കിൽ ലാപ്പ് എത്ര വരും? ലാപ്പ് 10 ആയിരിക്കും. ഓക്കെ, 10 സെൻറ്റിമീറ്റർ. അതായത് ബ്രിക്കിൻ്റെ ഇതൊരു സ്ട്രക്ചർ ഭാഗമാണ് ബ്രിക്കിൻ്റെ. സോ അതിൻ്റെ പകുതിയിൽ നിന്ന് വരുമ്പോൾ ഇത്രയും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ആൻസർ ഹെഡർ ബോണ്ടാണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ബ്രിക്ക് ആർ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ സച്ചസ് ബ്രിഡ്ജ്, സ്റ്റോറേജ്, ബിൽഡിംഗ് എക്സെട്ര. ഓക്കെ, ഓപ്ഷൻ വായിക്കാം. ഹെവി ഡ്യൂട്ടി ബ്രിക്സ്, പെർഫോറേറ്റഡ് ബ്രിക്സ്, സോളിഡ് ബ്രിക്സ്, ഫയർ ബ്രിക്സ്. ആൻസർ ഏതാണടാ? ഹെവി ഡ്യൂട്ടി ബ്രിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വാട്ട് തിക്നെസ് ഓഫ് പാർട്ടീഷൻ വാൾസ് ഈസ് ദ സ്ട്രക്ചർ ബോണ്ട് യൂസ്ഡ്. ഓക്കെ, പാർട്ടീഷൻ വാൾ സ്ട്രക്ചർ ബോണ്ടിലുള്ള വാൾ തിക്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണടാ? വാൾ തിക്നെസ് എത്രയാണ്? ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ വരുന്നത് 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ. വാൾ തിക്നെസ് ഏതാണ്ടാ? ഓപ്ഷൻ ബി 10 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. ഓക്കെ, നിങ്ങൾ വേറൊരു കാര്യം, നമ്മളിപ്പോൾ വാൾ തിക്നെസ്, ഇപ്പം ഇതൊരു വാളെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതൊരു വാളാണ്. ഓക്കെ, ഇതൊരു വാളാണടാ. ഇതാണ് വാളിൻ്റെ ഫേസ്. ഓക്കെ, ഇത് വാളിൻ്റെ ഫേസ്. വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോർഷൻ, അതായത് ഈ വ്യൂവിൽ കൂടെ നോക്കുമ്പോഴുള്ള തിക്നെസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഡയമെൻഷൻ വെച്ചിട്ടാണ് വാളിൻ്റെ തിക്നെസ് പറയുന്നത്. ഓക്കെ, അങ്ങനെ വെച്ച് വേണം നിങ്ങൾ ഇത് ആൻസർ ചിന്തിച്ച് നോക്കാൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ബ്രിക്ക് മേസൺറി ബോണ്ട് ഈസ് പ്രൊവൈഡഡ് ഫോർ ഹെവി ലോഡ് ഓൺ മേസൺറി. ഓപ്ഷൻ വരുന്നത് ഇംഗ്ലീഷ് ബോണ്ട്, സിക്സാഗ് ബോണ്ട്, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്, ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. ഏതാണടാ? ഓപ്ഷൻ എ ഇംഗ്ലീഷ് ബോണ്ടാണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ദ അലൈൻമെൻറ്റ് ഓഫ് ബ്രിക്ക് വർക്ക്. ബ്രിക്ക് വർക്കിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ടൂൾസാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഓപ്ഷൻ എ വരുന്നത് ലയൻസ് ആൻഡ് പിന്നാണ്. ഓപ്ഷൻ ബി ട്രവൽ. ഓപ്ഷൻ സി സ്ട്രെയിറ്റ് എഡ്ജ്. ഓപ്ഷൻ ഡി വിവൽ. ഏതാണ് ആൻസർ? ഇവിടെ സ്ട്രെയിറ്റ് എഡ്ജ്. ഓക്കെ, ഓപ്ഷൻ സി സ്ട്രെയിറ്റ് എഡ്ജ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കേടാ, ഇവിടെ നമ്മൾ ലയൻസ് ആൻഡ് പിൻ എന്തിനാണ് യൂസ് ചെയ്യണത്? ലയൻസ് ആൻഡ് പിൻ നമ്മൾ ഒരു റെഫറൻസ് ലൈനായിട്ടാണ് യൂസ് ചെയ്യണത്. ട്രവൽ നമുക്കറിയാം, നമ്മൾ മോട്ടാർ പ്ലേസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ബിവൽ എന്തിനാണ് യൂസ് ചെയ്യണത്? ബിവൽ ആംഗിൾ സെറ്റ് ചെയ്യാനാണ് ബിവൽ യൂസ് ചെയ്യണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പോർഷൻ ഓഫ് എ ബ്രിക്ക് കട്ട് എക്രോസ് ദ വിഡ്ത്ത്. പോർഷൻ ഓഫ് എ ബ്രിക്ക് കട്ട് എക്രോസ് ദ വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ വരുന്നത് ക്യൂയിൻ വരുന്നു. ഓപ്ഷൻ ബി ക്ലോസർ. ഓപ്ഷൻ സി ക്യൂയിൻ ക്ലോസർ. ഓപ്ഷൻ ഡി ബാറ്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ക്യൂയിൻ ക്ലോസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈൽ ലേയിങ് ബ്രിക്ക് ഇൻ എ വാൾ, ഫ്രോഗ് ഓഫ് ദ ബ്രിക്ക് മസ്റ്റ് ബി കെപ്റ്റ്. അതായത് ബ്രിക്ക് നമ്മൾ ലേ ചെയ്യുമ്പോൾ ബ്രിക്കിലുള്ള ഫ്രോഗ് എന്ന് പറയുന്ന പോർഷൻ എവിടെ വരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രോഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഡിപ്രഷനാണ്. 1 to 2 സെൻറ്റിമീറ്റർ ഡെപ്തിൽ കൊടുക്കുന്ന ഒരു ഡിപ്രഷനാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ നോക്കാടാ. അപ്വേഡ്, ഡൗൺവേഡ്, സൈഡ് വേഡ്, എ ഓർ ബി. ഓക്കെ, ഇതിലേതാണ് ആൻസർ? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അപ്വേഡ് ആണ് ആൻസർ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ദ വെർട്ടിക്കൽ ലെവൽ ഓഫ് എ മേസൺറി വാൾ? ഓക്കെ, ഒരു മേസൺറി വാളിലുള്ള വെർട്ടിക്കൽ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ഓപ്ഷൻ വരുന്നത് പ്ലംബോവ്, സ്ട്രെയിറ്റ് എഡ്ജ്, വാട്ടർ ലെവൽ, ലയൺ ആൻഡ് പിൻസ്. ഓക്കെ, ഇതിൽ ഏതാണ്ട് ആൻസർ വെർട്ടിക്കൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ പ്ലംബോവ്. ഓപ്ഷൻ എ പ്ലംബോവ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഡാഷ് ബോണ്ട് ഈച്ച് അൾട്ടർനേറ്റ് ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ. ഓക്കെ, ഒന്നുകൂടെ വായിക്കുന്നു. ഇൻ ഡാഷ് ബോണ്ട് ഈച്ച് അൾട്ടർനേറ്റ് ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ. ഓപ്ഷൻ വരുന്നത് ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, ഗാർഡൻ വാൾ ബോണ്ട്, ഹെറിംഗ് ബോണ്ട്. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ പറയുന്നതാ ഈച്ച് അൾട്ടർനേറ്റ് ഹെഡേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈച്ച് അൾട്ടർനേറ്റ് ഹെഡേഴ്സ് എന്നാണ് പറയുന്നത്. സോ നമ്മളിപ്പം ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും എടുത്തു കഴിഞ്ഞാൽ അൾട്ടർനേറ്റീവ് കോഴ്സിൽ ഹെഡേഴ്സും സ്ട്രക്ചറും വരുന്നത് ഏത് ബോണ്ടാണ്? ഇംഗ്ലീഷ് ബോണ്ടാണ്. ദെൻ ഈച്ച് കോഴ്സ് കണ്ടെയ്ൻ ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് വരുന്നത് ഫ്ലെമിഷ് ബോണ്ടാണ്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് അൾട്ടർനേറ്റ് ഹെഡേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈച്ച് അൾട്ടർനേറ്റ് ഹെഡേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ഇംഗ്ലീഷ് ബോണ്ടാണ് ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡാഷ് ബോണ്ട് എവറി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ. ഓക്കെ, ഇൻ ഡാഷ് ബോണ്ട് എവറി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ. ഓപ്ഷൻ ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, ഹെറിംഗ് ബോണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? ഇതിൽ ഓപ്ഷൻ ബി ഫ്ലെമിഷ് ബോണ്ടാണ് ആൻസർ. ഓക്കെ, ഇവിടെ പറയുന്നത് എവറി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കോഴ്സിലും ഹെഡർ ഉണ്ടാവുമോ? ഇല്ല. ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന കോഴ്സിലാണ് ഹെഡറും സ്ട്രക്ചറും മാറി മാറി വരുന്നത്. ഓക്കെ, എന്നാൽ ഫ്ലെമിഷ് ബോണ്ടിലാണ് എല്ലാ കോഴ്സിലും ഹെഡർ ഉണ്ടാകും. ഓരോ കോഴ്സിലും ഹെഡറും സ്ട്രക്ചറും ആൾട്ടർനേറ്റീവായിട്ട് വരുന്നതാണ് ഫ്ലെമിഷ് ബോണ്ട്. സോ ആ ഒരു രീതിയിലാണ് ഇത് ആൻസർ പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ബ്രിക്ക് മേസൺറി ബ്രിക്ക് ആർ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ അറ്റ്ലീസ്റ്റ് ഡാഷ് അവേഴ്സ് ബിഫോർ ആക്ച്വലി പ്ലേസ്ഡ് ഇൻ പൊസിഷൻ. ഓപ്ഷൻ വരുന്നത് 2 hours, 3 hours, 6 hours, 12 hours. ഏതാണ് ആൻസർ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 2 hour ആണ് ആൻസർ. ഓക്കെ, അതായത് നമ്മൾ ബ്രിക്ക് ഒരു വാള് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണിന് മുമ്പേ ആ ബ്രിക്കിനെ നമ്മൾ ഒരു മിനിമം ഒരു 2 hours എങ്കിലും വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തിടണം, വെള്ളത്തിൽ മുക്കിയിടണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ 2 walls meet each other, the angle formed is not a right angle, then the junction is. ഓപ്ഷൻ വരുന്നത് ടി ജംഗ്ഷൻ, ഇൻ്റർസെക്ഷൻ, റേഡിയൽ, സ്ക്വയിൻറ്റ്. ഏതാണ് ആൻസർ? ഇവിടെ ഓപ്ഷൻ ഡി സ്ക്വയിൻറ്റ് ആണ് ആൻസർ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിക്സാഗ് ബോണ്ട് ഈസ് ജനറലി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ്. ഓക്കെ, സിക്സാഗ് ബോണ്ട് എന്തിനാണ് യൂസ് ചെയ്യണത്? ഓപ്ഷൻ വരുന്നത് ഗാർഡൻ വാൾ, കോമ്പൗണ്ട് വാൾ, ഫ്ലോറിംഗ്, ലോഡ് ബിയറിംഗ് വാൾ. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഫ്ലോറിങ്ങിനാണ് നമ്മൾ സിക്സാഗ് ബോണ്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. The next question. The face elevation is Flemish bond. Backing and hurting are of English bond. അത് വരുന്നത് ഏതാണ്ടാ? ഓപ്ഷൻ വരുന്നത് മോങ്ക് ബോണ്ട്, ഫേസിംഗ് ബോണ്ട്, ഗാർഡൻ വാൾ ബോണ്ട്, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്. അത് നമുക്കറിയാം. ആൻസർ ഡി ആണ്, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്. ഫേസിങ്ങിൽ ഇംഗ്ലീഷും പുറകിൽ ബാക്കിൽ ഫ്ലെമിഷും വന്നാൽ അത് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടാണ്. ഫേസിങ്ങിലും ബാക്കിങ്ങിലും ഒരു ഇംഗ്ലീഷ് ബോണ്ട് ഫേസിങ്ങിലും ബാക്കിങ്ങിലും ഫ്ലെമിഷ് ബോണ്ട് വന്നാലാണ് അത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട് ഈസ് ആൾസോ നോൺ എസ്. ഓക്കെ, ഓപ്ഷൻ വരുന്നത് സെൻറ്റ് ആൻഡ്രൂസ് ക്രോസ് ബോണ്ട്, മോങ്ക് ബോണ്ട്, ഡച്ച് ബോണ്ട്, സിൽവർ കോക്സ് ബോണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി സിൽവർ കോക്സ് ബോണ്ടാണ് ആൻസർ. ഇവിടെ സെൻറ്റ് ആൻഡ്രൂസ് ക്രോസ് ബോണ്ടിന് നമ്മൾ എന്തോന്ന് പറയുന്നു? ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ്രൂസ് ഇംഗ്ലീഷുകാരനാണ്, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രിക്ക് ഓൺ എഡ്ജ് എന്ന് പറഞ്ഞാൽ സിൽവർ കോക്സ് ബോണ്ടാണ് ആൻസർ. ഓക്കെ, സിൽവർ കോക്സ് ബോണ്ടാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് കണ്ടെയ്ൻ ഓൺ ഹെഡർ ടു സ്ട്രക്ചർ ഇൻ ഈച്ച് കോഴ്സ് ഈസ് നോൺ എസ്. ഓപ്ഷൻ വരുന്നത് സെൻറ്റ് ആൻഡ്രൂസ് ക്രോസ് ബോണ്ട്, ഡച്ച് ബോണ്ട്, സിൽവർ കോക്സ് ബോണ്ട്, മോങ്ക് ബോണ്ട്. ഏതാണ് ആൻസർ? ഒരു ഹെഡർ കഴിഞ്ഞിട്ട് 2 സ്ട്രക്ചർ വരുന്നു, വീണ്ടും ഒരു ഹെഡർ വരുന്നു, 2 സ്ട്രക്ചർ വരുന്നു. അത് ഏതാണ്ട് ബോണ്ട്? നമുക്കറിയാം. ഓപ്ഷൻ ഡി മോങ്ക് ബോണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
Headers are laid on bed and structures are lashed on edge in alternate course. ഓക്കെ, ഓപ്ഷൻ വായിക്കാം. ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്, ഹെറിംഗ് ബോൺ ബോണ്ട്, ബ്രിക്ക് ഓൺ എഡ്ജ്, ഡയഗണൽ ബോണ്ട്. ഏതാണ് ആൻസർ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഹെഡേഴ്സ് ആർ ലെയ്ഡ് ഓൺ ബെഡ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ആർ ലാസ്റ്റ് ഓൺ എഡ്ജ് ഇൻ ആൾട്ടർനേറ്റ് കോഴ്സ്. ഓക്കെ, ഏതാണ്ട് ആൻസർ? ആൻസർ ബ്രിക്ക് ഓൺ എഡ്ജ് ആണ് ആൻസർ. ഓക്കെ, ബ്രിക്ക് ഓൺ എഡ്ജ് എന്ന ബോണ്ട്, ആ ഒരു ടൈപ്പ് ബോണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ ആദ്യം അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ തന്നെ, അതായത് ഈ ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ചെയ്യുന്നത്. ഇനി ഈ ബോണ്ട് തന്നെ നമ്മൾ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ചെയ്യുന്നത് എന്തോന്നുള്ള പറയും? റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്നാണ് പറയും. ഓക്കെ, റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ മേസൺറി കൺസ്ട്രക്ഷൻ ദ ഹൈറ്റ് ഓഫ് ബ്രിക്ക് വർക്ക് ഇൻ ഈച്ച് ഡേ ഷുഡ് നോട്ട് എക്സീഡ്. ഓക്കെ, നമ്മൾ ഒരു ദിവസം വാൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മിനിമം ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്ട് ആൻസർ ഓപ്ഷൻ വരുന്നത് 1.2 മീറ്റർ, 1.5 മീറ്റർ, 2 മീറ്റർ, 2.5 മീറ്റർ. ആൻസർ ഏതാണ്ട് ഓപ്ഷൻ ബി 1.5 മീറ്റർ ആണ് ആൻസർ. ഇതൊക്കെ PSC കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും കറക്റ്റായിട്ട് നോക്കി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രക്ചർ ബോണ്ട് ഈസ് പോസിബിൾ ഓൺലി ഇൻ. ഓക്കെ, സ്ട്രക്ചർ ബോണ്ട് ഈസ് പോസിബിൾ ഓൺലി ഇൻ. ഓപ്ഷൻ വരുന്നത് 1 ബ്രിക്ക് വാൾ, ഹാഫ് ബ്രിക്ക് വാൾ, 1.5 ബ്രിക്ക് വാൾ, 2 ബ്രിക്ക് വാൾ. ഏതാണ്ട് ആൻസർ? സ്ട്രക്ചർ ബോണ്ടാണ്. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഹാഫ് ബ്രിക്ക് വാളിനാണ് നമ്മൾ സ്ട്രക്ചർ ബോണ്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഹാഫ് ബ്രിക്ക് വാൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളടുത്ത്, ഇപ്പം ഇതൊരു വാളാണെങ്കിൽ, ഓക്കെ, ഇതൊരു വാളാണെങ്കിൽ ഈ വാളിൻ്റെ, ഇതൊരു വാളായിട്ട് കൺസിഡർ ചെയ്യുക. ഈ വാളിൻ്റെ തിക്നെസ് നമ്മൾ പറയുന്നത് ഈ ഒരു വി നോക്കിയിട്ടാണ്, അതായത് ഈ ഒരു ഡയമെൻഷൻ ലെങ്ത് നോക്കിയിട്ടാണ് വാളിൻ്റെ തിക്നെസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ സ്ട്രക്ചർ കാണാൻ പറ്റുന്നത്. ഓക്കെ, ബ്രിക്കിൻ്റെ സ്ട്രക്ചർ പോർഷൻ നമുക്ക് ഇവിടെ ആയിരിക്കും, ഈ പോർഷനിലായിരിക്കും, ഈ ഭാഗത്തായിരിക്കും കാണാൻ പറ്റുന്നത് ഫേസ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്തായിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ട്രക്ചർ ബോണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സ്ട്രക്ചർ ബോണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബ്രിക്കിൻ്റെ ഹെഡർ പോർഷനാണ് കാണാൻ പറ്റുന്നത്. സോ ഇവിടുത്തെ ഡയമെൻഷൻ എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ അത് ഹാഫ് ബ്രിക്ക് തിക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബോണ്ട് വിച്ച് കൺസിസ്റ്റ് ഓഫ് അൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അൾട്ടർനേറ്റ് കോഴ്സിൽ ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് എന്നത് ഏത് ബോണ്ടാണ് നമുക്കറിയാം? ഓപ്ഷൻ ഇംഗ്ലീഷ് ബോണ്ട്. ഓക്കെ, ഓപ്ഷൻ ഇംഗ്ലീഷ് ബോണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാടാ. ദ ബോണ്ട് ഇൻ വിച്ച് ഈച്ച് കോഴ്സ് കൺസിസ്റ്റ് ഓഫ് അൾട്ടർനേറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഹെഡേഴ്സ്. ഓരോ കോഴ്സിലും ആൾട്ടർനേറ്റീവായിട്ട് സ്ട്രക്ചേഴ്സും ഹെഡേഴ്സും വരുന്നത് ഏത് ബോണ്ടാണ്? നമുക്കറിയാം ഓപ്ഷൻ സി ഫ്ലെമിഷ് ബോണ്ട്. ഓക്കെ, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. PSC ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു സ്പീഡിൽ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് പെർ ക്യൂബിക് മീറ്റർ ഓഫ് ബ്രിക്ക് മേസൺറി. ഓക്കെ, ഓപ്ഷൻ വരുന്നത് 440, 400, 500, 520. ഓക്കെ, ഇതിലേതാണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 500 വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ദ നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് പെർ ക്യൂബിക് മീറ്റർ എന്ന് പറയുമ്പോൾ 1 ക്യൂബിക് മീറ്ററിൽ 1 ക്യൂബിക് മീറ്ററിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്ക് കൊള്ളുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ആദ്യം എന്താണെന്ന് കാണാം. മോട്ടാർ തിക്നെസ് ഉൾപ്പെടെയുള്ള ഒരു ബ്രിക്കിൻ്റെ വോളിയം കാണണം. ഓക്കെ, ബ്രിക്കിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം 20/10/10 സെൻറ്റിമീറ്റർ ആണ്. ദെൻ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.20 ഇൻറ്റു 0.10 ഇൻറ്റു 0.10. ഓക്കെ, ഇത് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 0.002 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയായിരിക്കും ഒരു ബ്രിക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് 1 മീറ്റർ ക്യൂബിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്കാണ് കാണേണ്ടത്. സോ 1/0.002 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുക? 500 ആൻസർ കിട്ടും. 500 നമ്പേഴ്സ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്ക് ലെയ്ഡ് ഇൻ മോട്ടാർ ഈസ് കാൾഡ്. ഓപ്ഷൻ വരുന്നത് ക്ലോസർ, ഹെഡർ, കോഴ്സ്, സ്ട്രക്ചർ ബോണ്ട്. ഓക്കെ, ഏതാണ്ട് ആൻസർ ഓപ്ഷൻ സി കോഴ്സ് ആണ് ആൻസർ. ഓക്കെ, അതായത് നമ്മൾ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്കിനെയാണ് ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
The exterior corner of a wall is known as ഓപ്ഷൻ വരുന്നത് പെർപെൻഡ്, ക്വീൻ, ജാമ്പ്, റിവീൽ. ഓക്കെ, ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ക്വീൻ ആണ് ആൻസർ, ക്വീൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The surface of the wall exposed to weather is called ഏതാണ് നമുക്കറിയാം? ഫേസ് ആണ്. ഓക്കെ, വെതറുമായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഭാഗം ഫേസ് എന്നും ഓപ്പോസിറ്റ് സൈഡ് ബാക്ക് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സർഫേസ് ഓഫ് ദ വാൾ ബിറ്റ്വീൻ ദ ഫേസിങ് ആൻഡ് ബാക്കിംഗ്. ഫേസിങ്ങിനും ബാക്കിങ്ങിനും ബിറ്റ്വീൻ ആയിട്ടുള്ള പോർഷൻ നമ്മൾ എന്തോ പറയുക? ഓപ്ഷൻ വരുന്നത് പെർപെൻഡ്, ജാമ്പ്, ഹേർട്ടിംഗ്, ഫ്രോഗ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, ഹേർട്ടിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പോർഷൻ ഓഫ് ദ ബ്രിക്ക് ഒബ്റ്റൈൻഡ് ബൈ കട്ടിംഗ് ഇൻറ്റു two equal portions horizontally is called. The portion of the brick obtained by cutting into two equal portions horizontally is called. ഓപ്ഷൻ വരുന്നത് ബാറ്റ്, ക്വീൻ ക്ലോസർ, കിങ് ക്ലോസർ, ബിവൽഡ് ക്ലോസർ. ഓക്കെ, ഏതാണ് ആൻസർ? ഹൊറിസോണ്ടലി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 2 ഈക്വൽ പോർഷൻ കിട്ടുന്നത് ഏതാണ്? ആൻസർ ബി, ക്വീൻ ക്ലോസർ ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The portion of the brick obtained by cutting in transverse direction. Okay, the portion of the brick obtained by cutting in transverse direction is called. ഓപ്ഷൻ വരുന്നത് ബാറ്റ്, കിങ് ക്ലോസർ, ക്വീൻ ക്ലോസർ, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ? ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ബാറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ഇൻ ബ്രിക്ക് വർക്ക് ഈസ്. സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ഏതാണ് നമുക്കറിയാം? ഓപ്ഷൻ എ, ഇംഗ്ലീഷ് ബോണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ബോണ്ട് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ വാൾസ് ഹാവിങ് തിക്നെസ് ഗ്രേറ്റർ ദാൻ 1 ബ്രിക്ക് വാൾ. വാളിന് തിക്നെസ് ഗ്രേറ്റർ ദാൻ 1 ബ്രിക്ക് വാൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ബോണ്ടാണ് യൂസ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ഹെഡർ ബോണ്ട്, സ്ട്രക്ചർ ബോണ്ട്, റാക്കിംഗ് ബോണ്ട്, ഡച്ച് ബോണ്ട്. ഏതാണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സ്ട്രക്ചർ ബോണ്ടാണ് ആൻസർ വരുന്നത്. ഓക്കെ, ദ വാൾ ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻ യുണൈറ്റഡ് അറ്റ് എ പ്ലേസ് നോൺ ആസ്. ഓപ്ഷൻ വരുന്നത് ജംഗ്ഷൻ, കണക്ഷൻ, കോർണർ, ജോയിൻറ്റ്. ഏതാണ് ഇവിടെ ആൻസർ? ഓപ്ഷൻ ബി, കണക്ഷൻ ആണ് ആൻസർ. അത് നിങ്ങൾക്ക് മാറിപ്പോവല്ലേ. ദ വാൾ ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻ യുണൈറ്റഡ് അറ്റ് പ്ലേസ് നോൺ ആസ് കണക്ഷൻ ആണ്. ഓക്കെ, കണക്ഷൻ ആണ്. ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൻ വാളും പാർട്ടീഷൻ വാളും കൂടെ കണക്ട് ചെയ്യുന്നതിനാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കണക്ഷൻ ബിറ്റ്വീൻ എ മെയിൻ വാൾ ആൻഡ് പാർട്ടീഷൻ അതേതാണടാ? ജംഗ്ഷൻ ആണ്. ഓക്കെ, ജംഗ്ഷൻ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് ഈസ് ആൾസോ നോൺ ആസ്. ഓക്കെ, ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് ഈസ് ആൾസോ നോൺ ആസ്. ഓപ്ഷൻ വരുന്നത് ഹെഡർ ബോണ്ട്, സ്ട്രക്ചർ ബോണ്ട്, സ്കോച്ച് ബോണ്ട്, ഫേസിംഗ് ബോണ്ട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, സ്കോച്ച് ബോണ്ടാണ് ആൻസർ. വേറൊരു പേരിട്ടുണ്ട്, ഏതാണ്? സക്സസ് ബോണ്ട് എന്നും പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബോണ്ട് ഈസ് സ്യൂട്ടബിൾ ഫോർ ആൾ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്. ഏത് ബോണ്ടാണ് നമ്മൾ ആൾ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്കിന് ഉപയോഗിക്കുന്നത്? ഏതാണ്ടാ? നമുക്കറിയാം, ഇംഗ്ലീഷ് ബോണ്ടാണ്. ഓക്കെ, ഓപ്ഷൻ ബി, ഇംഗ്ലീഷ് ബോണ്ടാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് ഫോർ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. സിമെൻറ്റ് ഓർ ലൈം മോട്ടാർ ഈസ് യൂസ്ഡ്. ദെൻ ബേൺ ഇൻ ക്ലാമ്പ്, ടേബിൾ മൗൾഡഡ് ഇൻ സ്റ്റാൻഡേർഡ് സൈസ്. ഏതാണ്ട് ആൻസർ? ബേൺ ഇൻ. ഓപ്ഷൻ ബി വരുന്നത് ബേൺഡ് ഇൻ ക്ലാമ്പ്. ഓക്കെ, അതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രയാങ്കുലർ പോർഷൻ ഹാഫ് വിഡ്ത്ത് വിത്ത് ഫുൾ ലെങ്ത് ഈസ് കട്ട് ടു ഒബ്റ്റെയിൻ. അതായത് എ ട്രയാങ്കുലർ പോർഷൻ ഹാഫ് വിഡ്ത്ത് വിത്ത് ഫുൾ ലെങ്ത് ഈസ് കട്ട്. അതായത് ഇപ്പോൾ ഇതൊരു ബ്രിക്ക് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതൊരു ബ്രിക്കാണടാ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്രയാങ്കുലർ പോർഷൻ ഹാഫ് വിഡ്ത്തിൻ്റെ പകുതി, ദെൻ ഫുൾ ലെങ്ത് ഈസ് കട്ട്. വിഡ്ത്തിൻ്റെ പകുതിയിൽ നിന്ന് ഫുൾ ലെങ്തിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഏത് ബ്രിക്ക് ഒബ്റ്റെയിൻ ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ വരുന്നത് ബിവൽഡ് ക്ലോസർ, മിഡ്രണ്ട് ക്ലോസർ, ക്വാർട്ടർ ക്ലോസർ, ക്വീൻ ക്ലോസർ. ഓപ്ഷൻ ഏതാണ്ട? ഓപ്ഷൻ എ, ബിവൽഡ് ക്ലോസർ. ഓക്കെ, ഓപ്ഷൻ എ, ബിവൽഡ് ക്ലോസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ട്രയാങ്കുലർ പോർഷൻ ഓഫ് ദ ബ്രിക്ക് ത്രൂ വിഡ്ത്ത് ആൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് ലെങ്ത് ഓഫ് ദ ബ്രിക്ക്. ഏതാണ്ട് ആൻസർ? ക്വീൻ ക്ലോസർ ഉണ്ട്, ബിവൽഡ് ക്ലോസർ ഉണ്ട്, മിഡ്രണ്ട് ക്ലോസർ ഉണ്ട്, ക്വാർട്ടർ ക്ലോസർ ഉണ്ട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, മിഡ്രണ്ട് ക്ലോസർ. ഓക്കെ, ഇതൊക്കെ നോട്ടിൽ വീഡിയോ ക്ലാസ്സിൽ അതേപോലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ വീഡിയോ കാണാത്തവർ, ക്ലാസ് കാണാത്തവർ അല്ലെങ്കിൽ നോട്ട് കയ്യിലില്ലാത്തവർ വീഡിയോ ക്ലാസ് കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടെർമിനേഷൻ ഓഫ് എ വാൾ ഇൻ എ സ്റ്റെപ്പ്ഡ് ഫാഷൻ. ഓക്കെ, സ്റ്റെപ്പ്ഡ് ഫാഷനിലാണ് നമ്മളൊരു വാൾ ടെർമിനേഷൻ ചെയ്യുന്നതെങ്കിൽ അതിലെന്ത് പറയുന്നു? ഓപ്ഷൻ വരുന്നത് ടൂത്തിങ്, ബാക്ക്, റാക്കിംഗ് ബാക്ക്, ബോണ്ടിങ്, ടെർമിനേഷൻ. ഏതാണോ? ഓപ്ഷൻ ബി റാക്കിംഗ് ബാക്ക് ആണ്. ഓക്കെ, ടെർമിനേഷൻ ഓഫ് എ വാൾ വിത്ത് ഈച്ച് alternate courses at the end portion. ഓക്കെ, ടെർമിനേഷൻ ഓഫ് എ വാൾ ഈച്ച് alternate course at end projection. ഓക്കെ, ആൻസർ ഏതാണ്ട് ഓപ്ഷൻ എ ടൂത്തിങ്. ഓക്കെ, ഓപ്ഷൻ എ ടൂത്തിങ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്രിക്ക് മൗൾഡഡ് വിത്ത് എ റൗണ്ടഡ് ആംഗിൾ അറ്റ് വൺ എൻഡ്. അതായത് ബ്രിക്കിൻ്റെ വൺ എൻഡ് റൗണ്ടഡ് ആയിരുന്നു, നമ്മൾ അതിന് എന്തോന്ന് പറയും? ബുൾനോസ് ബ്രിക്ക് എന്ന് പറയും. ഓക്കെ, ഓപ്ഷൻ സി ബുൾനോസ് ബ്രിക്ക്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്രിക്ക് മൗൾഡ് വിത്ത് റൗണ്ടഡ് ആംഗിൾ അറ്റ് ടു എൻഡ്. രണ്ട് എൻഡും മൗൾഡഡ് ആയിട്ടിരുന്ന റൗണ്ടഡ് സർഫ് ആംഗിൾ ആണെങ്കിൽ എന്ന് പറയും? അതിനാ കൗനോസ് ബ്രിക്ക് എന്ന് പറയും. ഓക്കെ, ഓപ്ഷൻ ബി കൗനോസ് ബ്രിക്ക്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബ്രിക്ക് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പാരലൽ ടു ദ ഫേസ് ഓഫ് ആർ. എ ബ്രിക്ക് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പാരലൽ ടു ഇറ്റ്സ് ഫേസ് ഓഫ് ആർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി സ്ട്രക്ചർ ആണ് ആൻസർ. ഓക്കെ, അതിൻ്റെ ലെങ്ത് പാരലൽ ടു ഫേസ് ഓഫ് വാൾ ആയാൽ അതിന് ആൻസർ ഏതാണ്ട് സ്ട്രക്ചർ ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്രിക്ക് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ബ്രെഡ്ത്ത് പാരലൽ ടു ദ ഫേസ് ഓഫ് വാൾ. ഓക്കെ, ബ്രിക്ക് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ബ്രെഡ്ത്ത് പാരലൽ ടു ഫേസ് ഓഫ് ദ വാൾ ആണെങ്കിൽ ആൻസർ ഏതാണ്ട് ഹെഡർ ആണ്. ഓക്കെ, ഹെഡർ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കോഴ്സ് ഓഫ് സ്ട്രക്ചർ. അതായത് സ്ട്രക്ചറിൻ്റെ കോഴ്സിനെ നമ്മൾ എന്തോന്ന് പറയുന്നു? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി സ്ട്രക്ചർ കോഴ്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എഡ്ജ് ഫോംഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ സർഫേസ് ഓഫ് ബ്രിക്ക്. ബ്രിക്കിൻ്റെ പ്ലെയിൻ സർഫേസുകൾ തമ്മിൽ ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോഴുള്ള എന്തോന്ന് പറയുന്നു? ആ എഡ്ജിനെ നമ്മൾ ഓപ്ഷൻ സി എറൈസസ് എന്ന് പറയുന്നു. ഓക്കെ, ഓപ്ഷൻ സി എറൈസസ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലോവർ സർഫേസ് ഓഫ് ദ ബ്രിക്ക് വെൻ ലെയ്ഡ് ഫ്ലാറ്റ്. ബ്രിക്കിൻ്റെ ലോവർ സർഫേസ് നമ്മൾ ഫ്ലാറ്റിലൂടെ ലെയ്ഡ് ചെയ്യുമ്പോൾ അതിന് എന്തോന്ന് പറയടാ? പെർപ്പൻസ്, എറൈസസ്, ബെഡ്, ഹെഡർ. ഏതാണടാ ആൻസർ? ഓപ്ഷൻ സി ബെഡ് ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മോർട്ടാർ അപ്പോൺ വിച്ച് ദ ബ്രിക്സ് ആർ ലെയ്ഡ്. ഏതാണ്ട് ആൻസർ? ഓപ്ഷൻ ബി ബെഡ് ജോയിൻറ്റ്. ഓക്കെ, ബെഡ് ജോയിൻറ്റ്. ഇതൊക്കെ ആ ടെക്നിക്കൽ ടേംസിൽ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളാണ്. ഓക്കെ, ബെഡ് ജോയിൻ്റ് ആണ് ഇവിടുത്തെ ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ജോയിൻറ്റ് ഇൻ സക്സസീവ് കോഴ്സ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ജോയിൻറ്റ് ഇൻ സക്സസീവ് കോഴ്സ് എന്നൊന്ന് പറയുന്നു. ഓപ്ഷൻ വരുന്നത് ബെഡ്, ലാപ്പ്, എറൈസസ്, പെർപ്പൻഡ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ലാപ്പ് ആണ് ആൻസർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രയാങ്കുലർ പോർഷൻ ഓഫ് ബ്രിക്ക് വിത്ത് ഹാഫ് ലെങ്ത് ആൻഡ് ഹാഫ് വിഡ്ത്ത് ഈസ് കട്ട് ടു ഒബ്റ്റെയിൻ. അതായത് ഇതൊരു ബ്രിക്കാണെങ്കിൽ, ഓക്കെ, ഇതൊരു ബ്രിക്കാണ്. ദെൻ പറയുന്നത് എ ബ്രിക്ക് വിത്ത് ഹാഫ് ലെങ്ത്, ലെങ്തിൻ്റെ പകുതി, ദെൻ ഹാഫ് വിഡ്ത്ത്, ഓക്കെ, വിഡ്ത്തിൻ്റെ പകുതി. ഇങ്ങനെ നമ്മളൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയാൽ ബാക്കി ഒബ്റ്റെയിൻ ചെയ്യുന്ന പോർഷൻ എന്തുകൊണ്ടാണ് പറയുന്നത്? കിങ് റോസർ. ഓക്കെ, ഓപ്ഷൻ ബി കിങ് റോസർ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഇത് PSC പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും താങ്ക് യു.